കൈനീട്ടം മേടിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? നാണം കെട്ട വഹകള്. തല്ലാൻ നീട്ടിയ കൈ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ? എന്റെ അനിയന്മാരെ തല്ലാന്ന് വെച്ചാ എനിക്കാ നോവുക. കുറെ നാളായിട്ട് കൂട്ടി വെച്ചതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. എന്തിനാ ഫ്രണ്ട്സിനെ കൂട്ടി തോട്ടത്തിൽ പോയെന്ന് ചോദിക്കും വലിയേട്ടൻ. എന്തായിരുന്നു അവിടെ പരിപാടി? ആ എന്താ അവരുടെ മണ്ണാ അത്. അവിടെ എന്തിനു വേണ്ടിയാലും അവർക്ക് പോയിക്കൂടെ? അതിന് ഒരുത്തന്റെ അനുവാദം എന്റെ കുട്ടികൾക്ക് ആവശ്യമില്ല. അതെ, വെറുതെ കാറ്റ് കൊള്ളാൻ പോയതല്ല, വെള്ളമടിക്കാൻ പോയതാ. മനു, നിന്നെ ആരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കേറിയതാണേ. അവള് സഭയില് വാദത്തിന് വന്നിരിക്കുന്നു. പോ അപ്രത്താസത്തെ. അതിനല്ലേലും ഓടപ്പറന്നവരോടല്ല, അവനോടാ കൂറ്. അച്ഛാ, ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിൽക്കണമെന്ന് പറയല്ല, നല്ല പാർട്ടീസ് ഉണ്ട് തമ്പുരാൻ. നമ്മൾ പറയുന്ന വിലയൊന്ന് വാങ്ങിക്കാൻ. എന്താ അച്ഛാ? നമുക്കതൊന്ന് ആലോചിക്കണം. എന്താ നമ്പ്യാരെ പരിപാടി? കണ്ടിട്ട് മനസ്സിലായില്ലടോ. കണ്ടിട്ട് കുടിയിട്ടില്ല. കഞ്ചിക്കോട് റെയില് വന്നപ്പം ഇതുപോലെ ചില ഐറ്റംസ് ഉണ്ടായിരുന്നു. റെയില് വരുവാ നമ്പ്യാരെ. ഇടോ തോട്ടമൊക്കെയാണ്. തോട്ടം കാളിയർമട കറി വിറ്റു. സംഗതി നേരാ. ഞാൻ നാരായണൻ, ദേവർമഠം നാരായണൻ. ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും. ഈ അവകാശത്തിനെ, സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന്, ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം. പെരുമാൾപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല, പ്രത്യേകിച്ചും അപരിചിതർക്ക്. ഈ നാടിന് അതിൻ്റെതായ ചില ശീലങ്ങളുണ്ട്. പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല, ഒപ്പം വിദേശ മദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറൻറ്റ്, രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അതറിയാം. പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല. പിന്നെ പേരറിയാത്ത, തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെയും. ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക്. അപേക്ഷയാ. കേട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുകയും ചെയ്തു ദേവർമഠം നാരായണനെ. അപേക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഭീഷണി, അതാവില്ലേ ദേവർമഠത്തിന്റെ ഒരു ലൈൻ. നാരായണന്റെ രീതികൾ പലതാണ്. തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും, ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും. തല്ലുകൊള്ളുകളോടാവുമ്പോ പുറങ്കാലം മുടക്കി നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ്. അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. ചവിട്ടി വെറുക്ക ഞാൻ കളയും. എന്താ ബേബിച്ചാ പ്രശ്നം? അളവ് കഴിഞ്ഞില്ലേ? വാ കേറ്, നമുക്ക് ഗസ്റ്റ് ഹൗസിലോട്ടിരിക്കാം. അങ്ങോട്ട് വരുമായിരുന്നു, അപ്പോഴാ ഈ സാറ് വട്ടം ചാടിയത്. കച്ചവടം വിടണമെന്നാണല്ലോ ഗിരിയെ പറയുന്നത്. എന്ന് പറയാൻ ഈ സാറിന്റെ അച്ഛന്റെ തറവാട് മേടിക്കാൻ വന്നതല്ലല്ലോ നിങ്ങള്. ഗിരി സാർ മാട്രിക്ക് വന്നാച്ച്. ഇവൻ ഈ കുമ്പളങ്ങാമുറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ. വിവരക്കേട് വിളിച്ചു പറയും, ജാത്തിയാലുള്ളതാ. ഇവന്റെ അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ. ആ വകയിൽ കയ്യിൽ കിട്ടിയതാ ഇന്ന് ഇവന്റെ ഒന്നും എന്റെ ഒന്നും ഒക്കെ പറയുന്ന മണ്ണ്. അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നുമല്ല. അല്ല, പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേബിജ്ഞാനം ചെല്ല്. എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെടിയാപ്പീസിലോ കയറി നിന്ന് കൊടുത്ത കാശ് എണ്ണി വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലോട്. ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വിയർക്കണ്ട. തലനീരിറങ്ങിയ കോൾഡ് പിടിക്കുവേ, കോൾഡ്. നീ എന്താടാ പട്ടി വരട്ടുന്ന? ഇരുട്ടില് മറഞ്ഞു നിന്ന് സ്വന്തം തന്തയെ കുത്തിക്കൊന്നതിന്റെ വമ്പ് നീ കയ്യിൽ വെക്കണാരാണ്? തന്തയുടെ കുടല് തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിള്ളേരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ? ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിന് പോണ 4 ചീളി ചെക്കന്മാരെയും കൊണ്ട് ദേവർമഠം നാരായണൻ ക്ഷവരഞ്ഞ് ഇറങ്ങി നീ ആണോ ആൺകുട്ടി? ഇരുകാലിയും നടന്ന് ഒരുത്തനും പോവില്ല പെരുമാൾപുരത്തിന്റെ മണ്ണിൽ നിന്ന്. എന്താ സംശയമുണ്ടോ? കാളിയാർ മഠം കിരിക്കി. നാരായണ, എന്താ ചങ്ങാതി ഇത്? വിളിച്ചോണ്ട് പോ സാറേ. എന്താ നാരായണ ഗിരി? നിങ്ങൾ ചോദിച്ചു നോക്കണമേ. നിങ്ങളല്ലേ ഇവിടുത്തെ MLA അദ്ദേഹം. എന്റെ സ്ഥലം എനിക്ക് തോന്നിയവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്കും അവകാശമില്ല. അതിന് ചിലരുടെയൊക്കെ NOC വേണമെന്ന് പറഞ്ഞാ. ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി. വേണ്ടോ? അവര് മാറിയെന്ന് വാച്ച് ചെയ്യട്ടെ.
വീട്ടിന്റെ ഉമ്മറത്തോണ്ട് പോയി കിടത്താൻ 4 പേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മാനേഗിരി. നാരായണ, ഇത് നിങ്ങൾക്ക് ചേർന്നല്ല. പെരുമാൾപുരത്തെ നേതാവിന്റെ ഭാഷയും രീതിയും ഇതല്ല. ഇതൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എടോ, രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു, സമാധാനത്തിന്റെ ഭാഷയിൽ ഒരു ടേബിളിന് ചുറ്റിനും വരുന്നു. പിന്നാണോ 10 ഏക്കർ തെങ്ങും തോട്ടം? നാരായണ, ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരില്ലേ? തീർച്ചയായും. ഇംപാർഷ്യലായ ഒരു മധ്യവർത്തിയാകാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഞാൻ വരും. എവിടേക്കും ഞാനും വരാം MLA-യുടെ കൂടെ. ആസ് യു സെഡ്, ഇംപാർഷ്യലായിട്ട്. സത്യത്തിൽ ഗിരിയല്ല, തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അപ്പോ ചർച്ച കാളിയാർ മഠത്തിൽ. അങ്ങോട്ട് വരാൻ നാരായണന് വിരോധമൊന്നുമില്ലല്ലോ? എന്തോ ഒരു അറപ്പ് വെള്ളോടി. ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ. ഇല്ല, ഇത് നാരായണന് വേണ്ടിയല്ല, പെരുമാൾപുരത്തിന് വേണ്ടി. ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല, വില പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ. അതിനൊരു ചന്തയിൽ വന്നൊന്നും കരുതാം. വാ. ഗിരിമുതലാളി ഒന്ന് കാണാൻ വന്നതാ. കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി. വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണിത്തമ്പുരാന്. അയ്യോ, നമസ്തേ. ഡോ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത്. പിന്നെ കുണ്ടി പാർക്കിയുള്ള സ്ഥല പോടാ കാട്ടി. എന്താ ചെറിയമ്മേ, സുഖം തന്നെയല്ലേ? വാ വാ, നമ്മുടെ ഭക്ഷണത്തോട്ട് തന്നെ ഇരിക്കെ. വന്നാട്ടെ. അപ്പോ പറയും നാരായണൻ, എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം? വെള്ളോടി മാഷേ, താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. സ്വീകാര്യമെന്ന് തോന്നുന്നതിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം. ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം 20 ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ, അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ നാടിന്റെ വികസനം ഒരു MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യം കൂടുതലുണ്ട് നാരായണൻ. വികസനം വേണം. നിലമ്പൂർ കാടുകളിലെ ചോലനായ്ക്കർ പല്ലിയെയും പഴുതാരയും പിടിച്ചു നിന്ന് വിശപ്പടക്കുമ്പോൾ വയനാട്ടിലെ ആദിവാസി ഒരു തുണ്ട് ഭൂമി ചോദിച്ചതിന് മുളവടി കൊണ്ട് തല്ലുകൊള്ളുമ്പോൾ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാതും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം. ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലം കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും. വേണ്ട സർ, ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം. ഇതിനായി കേരളത്തിലെ 14 ജില്ലകളിലെ 10,000 ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ലേ? ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം. ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ. അതാണ് പറയുന്നത്. പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ്. പൊന്നും വിലയെങ്കിൽ പൊന്നും വില. അതെ, അതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ. ഇല്ല, ദേവർമഠം നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ. അത് വാശി. അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം. ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുറക്കണം. അത് നടക്കില്ല മനേഗിരി. നടക്കും, നടത്തി ഞാൻ കാണിക്കാൻ നേരാണ്. അതെന്റെ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ്.
ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ്. ആ കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ 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 അച്ഛന്റെ മരണം? എങ്ങനെയുള്ള മരണം? 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 84 ആണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ? കുത്തിക്കൊന്നതല്ലടാ നീ എന്റെ ഏട്ടനെ. കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം. ആരാധനാലയം പോലൊരു നാട്, സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരയും നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇന്ന് ഈ കാണുന്നതൊക്കെ. അതിലൊരു പങ്കിയാ വിറ്റുന്ന് വരും, ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ചെക്ക. ഏട്ടന്റെ മോൻ, എന്റെ കൂടെ പിറന്നവന്റെ അന്തകനാണ് നീ. നിന്റെ തല കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ രാമൻകുട്ടി ഏട്ടന്റെ ദുർദശ. അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേവിടിച്ചിക്ക് പുടവ് കൊടുത്ത. മിണ്ടിപ്പോരുത് എന്റെ അമ്മയെ കുറിച്ച്. ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ട് നെഞ്ചു കലങ്ങിയാണ് 13-ാം വയസ്സിൽ ഞാൻ കൊലയാളിയായത്. എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കും എന്റെ ഇന്ന്. കുഞ്ഞമ്പൂ നായരെ, പറയുന്നത് നാരായണനാണ്. ഒന്നുകൂടെ കേട്ടോ. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്തം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. പാവളൊടി മാറാം. പോരു തുടങ്ങി. സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആളെന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം, നെടുനാളത്തെ സ്വപ്നം. ഹലോ, കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം. അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ്. പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ. ഫോൺ സാറിനാ വീട്ടിൽ നിന്ന്. നല്ല വാർത്തയാ, സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്പലനടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങിത്തിന്ന് ജീവിച്ചു. ഇപ്പൊ രോഗങ്ങളാ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത. വഴിയിൽ വീണ് ചാവണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോണെന്നാണ് പറയുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരാശ്രയത്തിന്. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ നാട് വിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് ചുടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞത് ചെയ്യുന്നവരാ. ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം, കുറവൊന്നുമില്ലാണ്ടേ. പക്ഷെ ഒന്ന് ചെയ്യണം. നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം. എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ? അത് വേണം. പറയുന്നത് ഞാനാ. അനുസരിക്കുക. ഉണ്ണി, ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട്. വർഷം കുറെ ആയല്ലോ വേലപ്പാ. എവിടെയായിരുന്നു താൻ? മാപ്പ് കിട്ടില്ല എനിക്ക്. ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊറുക്കാനാവാത്ത. നേരിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യം ഉണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കണമെന്ന് എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പലതും.
ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു. തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും മായില്ല. അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ, അച്ഛനെ കൊന്നവൻ. ഇല്ല, ഉണ്ണി അത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. എല്ലാറ്റിനും സാക്ഷി ഈ വേലപ്പന. കുഞ്ഞമ്പോ, നാരായണൻ ആ ചെക്കൻ ചതിച്ചു. ഇരുമ്പുകൊണ്ട് കുത്തി ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് വേഗം. ചോര ഇശി പോയിട്ടുണ്ട്. നീ എന്താ ചിരിക്കുക? ചിരിച്ചു പോയി ഏട്ടെ. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞതാ. അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ട് 1 ലക്ഷം രൂപ കടം ചോദിച്ചേ. പണം തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇങ്ങനൊരു അനിയില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് എന്തായി? ഒരാപത്ത് പതപ്പോ മുന്നിൽ കുഞ്ഞമ്പൂല്ലേ ഉള്ളൂ. നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോ കുഞ്ഞമ്പോ. ആ, കൊണ്ടുപോവാ. നോക്കട്ടെ. ഇതാണോ മുറിവ്? ഇതെന്ത് മുറിവ്? അല്ലപ്പാ, നാരായണന്റെ കുഞ്ഞിക്കേക്ക് ഒരു പോർലേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവൻ പോണെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തണം. ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും. തന്തയെ കൊന്ന മോൻ, ആ പേര് അവരിരിക്കട്ടെ. കുഞ്ഞമ്പൂ നായരെ, നീയോ? എന്താ? പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് ഇന്ന് എനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു. അച്ഛനെ കൊന്ന മകൻ. അതെ, അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്നെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ്. കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല, പലരും പലവട്ടം മുഖത്ത് നോക്കി തന്തക്കാലെന്ന് വിളിച്ചപ്പോഴല്ല, അമ്മ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ, അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ നെഞ്ചു മുറിച്ചു. ആ ഉണങ്ങാത്ത മുറിവിൽ ആണയിട്ട് ഞാൻ പറയാണ് കുഞ്ഞമ്പൂ നായരെ, നിങ്ങൾക്കുള്ള വീതം കിട്ടണം. അത് ഞാൻ തരും. അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം. ഒരുങ്ങിയിരുന്നോ? നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല. നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ്. അതെ കുഞ്ഞമ്പൂ നായരെ, എന്നും കുഴിമൂടി കിടക്കില്ല സത്യം. ജരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം. പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ്. കൊല്ലാതെ ഞാൻ കൊല്ലും നിങ്ങളെ. അച്ഛനെ രക്ഷിക്കാൻ കാളിയാർ മഠം ഗിരിക്കേണ്ട വഴി അതായിരുന്നു. പക്ഷേ മരണം എന്നോട് ദയ കാണിച്ചു. ആ മാഷേ, അടിയന്തരമായി കുറെ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ O നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ തന്നെ ഡോണേഴ്സിന് റെഡിയാക്കണം. ഒരു ഗ്രാമം മുഴുവൻ ഈ ആശുപത്രിക്ക് പുറത്ത് നിൽപ്പുണ്ട് ഡോക്ടർ ശിവറാം. ലത്തീഫെ, നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം. O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ബഹളം തുടങ്ങി. ഒരു വഴി കാണണമല്ലോ. രക്തം ദേവർമഠം നാരായണന് വേണ്ടിയാണോ? അതെ, O നെഗറ്റീവ് ഗ്രൂപ്പാ. ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ്. മാത്രമല്ല, ഞാനൊരു രക്തദാനിയുമാണ്. ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട്. രോഗിയായിട്ടല്ല, മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും. അതൊക്കെ വിശദമായി പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചോളാം. എന്താ വിളിക്കേണ്ടത്? എന്നെ വിളിക്കാൻ 3 പേരുകൾ സ്വന്തമായുള്ള ആളാണ് ഞാൻ. ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം. ആലി രാഘവൻ എന്നും വിളിക്കാം. പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ. ചോര ഒന്നാ. അതിഥികളുണ്ട്.
മോളെ മാലു ഇതെപ്പോ? ദുഷ്ടനാ കിരീട്ട്. മണ്ടന. അതുകൊണ്ടല്ലേ നല്ല തടി പോലെ ഞാൻ ബാക്കി കിടക്കുന്നത്. ഇവൾക്കെന്ത് പറ്റി? എന്റെ പത്മാ സുബ്രഹ്മണ്യമേ, ഇങ്ങ് വാ. എന്താടോ, പേടിച്ചു പോയോ? ചാവില്ല കുട്ടി. ഇനി സീനുകൾ അത്ര ബാക്കി കിടക്കണം.